ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലെ കിണർ ക്ലിയറാക്കുന്ന പരിപാടിയാണ്. ക്ലിയറാക്കുമ്പോൾ നമ്മളെ കൂടെ എൻ്റെ മോന് റിനാദും ഉണ്ട്. റിനാദാണ് ഇന്ന് ഫുള്ള് നേതൃത്വം. ഇതിൻ്റെ കലയിൽ ഇതിൻ്റെ മുകളിലുണ്ടായ നെറ്റെല്ലാം ഫുള്ള് ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ നെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ നെറ്റ് ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗ്രിൽസിനെ ഒന്ന് പെയിൻറ്റ് കൊടുക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് കിണർ വൃത്തിയാക്കിയിട്ട് പുതിയ നെറ്റെല്ലാം ഇട്ടിട്ട് ഇതാക്കണം. കരിയിലെല്ലാം നിറച്ച് വീണിട്ടുണ്ട്. പഴയ നെറ്റൊക്കെ ദ്രവിച്ച് കീറിയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. ഇതാ പഴയ നെറ്റാണ് ഇത്. പഴയ നെറ്റ് ഫുള്ള് മോശമായിട്ട് അതിൽ കരിയിലെല്ലാം ഇതാക്കിയിട്ട് കരിയിലെല്ലാം കിണറിൽ വീണിട്ട് അതിൻ്റെ ഇല പിന്നെല്ലാം വൃത്തിയാക്കിയിട്ടായിട്ട് ഓക്കെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാ പെയിൻറ്റിൻ്റെ പണി, ഗ്രിൽസിനുള്ള പെയിൻറ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുകയെങ്കിൽ അനിയന് വെൽഡർ ആയതുകൊണ്ട് പലയിടത്തു നിന്നും പല കളർ മിക്സ് ആക്കിയിട്ടാകുമ്പോൾ എന്തോ ഒരു പോലത്തെ കളർ. ഈ കളറിന് എന്ത് പറയില്ലെന്ന് എനിക്കറിയില്ല, കമൻറ്റിലൂടെ നിങ്ങൾ പറയാം. എന്ത് കളർ, പിങ്കും അല്ല എന്ത് മണ്ണൻ കളറും അല്ല, എന്തോ ഒരു പോലത്തെ ഒരു കളറാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ ദ്രവിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് അനിയന് ഇപ്പോൾ മാറ്റിത്തരുമെന്ന് തോന്നുന്നില്ല. ഫുള്ള് ആ സാധനം പോയിട്ടുണ്ട്. ഇപ്പോൾ അത് അതിലേക്ക് തന്നെ പെയിൻറ്റ് അടിച്ചിട്ട് അതേപോലെ നമ്മൾ ഗ്രിൽസ് അതിൽ സെറ്റാക്കുന്നതാണ്. കുറേ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒന്നും ഒരു കാര്യമില്ല. അതെല്ലാം ഇപ്പോൾ സ്ക്രാപ്പിന് കൊടുക്കണം. ഫുള്ള് പെയിൻറ്റിന് നേതൃത്വം റിനാദാണ്, എൻ്റെ മോനാണ്. ഫുള്ള് നോക്കിയിട്ട് കമൻറ്റ് പറയുന്നുണ്ട്. റുഫൈസ ഇങ്ങോട്ട് നോക്കിയേ, അതാ റുഫൈസ. ഫുൾ ഇൻട്രസ്റ്റിങ്. സൺഡേ ആണ്, ഇന്ന് ലീവായത് കൊണ്ട് ഫുള്ള് റിനാദിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ആക്കാം പപ്പ, ഇങ്ങനെ ആക്കാം പപ്പ എന്ന് പറയുമ്പോൾ റിനാദിനെയും കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മളെ പണി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഗൈസ് ഒരു സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞു. എന്തോ ഒരു കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ കിണറിൻ്റെ സൈഡിൽ ആണ് റിനാദ് കൊടുക്കുന്നുള്ളത്. ഫുള്ള് കിണറ്റിലേക്കല്ല, ഇപ്പോൾ വെള്ളത്തിലേക്കെല്ലാം ഒറ്റുന്നുണ്ട്. പക്ഷെ അത് മഴക്കാലമായതുകൊണ്ട് കിണറിൽ നിറച്ചും വെള്ളം ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാണെന്നുള്ളത്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടേണ്ടി വരും കിണറിലേക്ക്. അല്ലാണ്ട് അത് എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ആ പൈപ്പൊക്കെ ഊരേണ്ടി വരും. പൈപ്പൊക്കെ ഗ്രിൽസിൻ്റെ ഇടയിലേക്ക് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. ഗ്രിൽസ് എടുക്കാണ്ട് അവിടത്തേക്ക് തന്നെ വെച്ച് പെയിൻറ്റ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഗൈസ് ഗ്രിൽസിനുള്ള പരിപാടി ഒരുവിധം കഴിഞ്ഞു. എന്താ പറയുകയെങ്കിൽ നമുക്ക് ഗ്രിൽസിലേക്ക് ഡയറക്റ്റ് പെയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. കിണറിലെ വെള്ളം മോശമാവുന്നു, പെയിൻറ്റ് കിണറിലേക്ക് കുറ്റുന്നുണ്ട്. അത് കഴിക്കണമെങ്കിൽ കുറേ ടാസ്ക് പണിയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ഗൈസ്. ഓക്കെ, അത്യാവശ്യം വൃത്തിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് എനിക്ക് മലയെല്ലാം വെച്ച് കച്ചേമൻ്റെ പ്ലാവിൻ്റെ ഇല കിണറിൽ വീഴുന്നത് ഒഴിവാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നെറ്റെല്ലാം ഇട്ടിട്ട് ഫിനിഷ് ആയതിന് ശേഷം കാണിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ കിണറിന് വലയെല്ലാം ഇട്ട് കിണറെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അതാ ഇപ്പോൾ ലാസ്റ്റുള്ള പണിയിൽ റീനാദ് അതിലേക്ക് കുളിച്ച് എന്തെങ്കിലും വീന്നുള്ള ഉദ്ദേശത്തിൽ അതിൽ ഫുള്ളും വലക്ക് കോർക്കുന്നുണ്ട്. അപ്പോൾ നീ കെട്ടുന്നത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാവും പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉമ്മാവും പോയി അതിനെ ഫുള്ള് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ കിണറെല്ലാം വൃത്തിയാക്കിയിട്ട് അതിൽ ഫുള്ള് വലയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് പണിയും കൊണ്ട് അപ്പോൾ വലയിട്ട് നല്ല സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നെയ്ബറായിട്ട് ഇതാണ് അബ്സാൻഡി വന്നിട്ടുണ്ട്. അബ്സാൻഡി എന്തെല്ലാം തള്ളി മറിക്കുന്നുണ്ട് ഉമ്മാനോട്. ഇതിപ്പോൾ ഇവിടത്തേക്ക് ലേജർ വള്ളിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിണർ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വല ഇതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്.